രണ്ട് ടീമുകളും മുൻ ചാമ്പ്യന്മാരെയാണ് തോൽപ്പിച്ചതെന്നുള്ളതാണ്. ഇന്ത്യ 7 തവണ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ തോൽപ്പിച്ചപ്പോൾ ദക്ഷിണാഫ്രിക്ക വരുന്നത് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചാണ്. അവർ മുൻ ചാമ്പ്യന്മാരാണ്. ഒപ്പം തന്നെ ദക്ഷിണാഫ്രിക്കയെ കുറിച്ച് അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത് അവർ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ച ടീമാണ്. മാത്രമല്ല ടീം എന്ന നിലയ്ക്കും ഇൻഡിവിജ്വൽ സ്റ്റാറ്റസ് എടുത്ത് നോക്കുമ്പോഴൊക്കെ ദക്ഷിണാഫ്രിക്കൻ താരങ്ങളെയാണ് മുന്നിലുള്ളത്. പക്ഷേ അപ്പോഴും സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യക്ക് ഓസ്ട്രേലിയക്കെതിരായ ജമീമയുടെ ഇന്നിങ്സൊക്കെ അത് ഭയങ്കരമായൊരു കോൺഫിഡൻസ് ഇന്ത്യക്ക് നൽകുന്നുണ്ട്. അതെ അതെ, പ്രത്യേകിച്ച് ഇപ്പോൾ പ്രമുഖ താരങ്ങളൊക്കെ അത് നമ്മുടെ കപിൽ ദേവിൻ്റെ വേൾഡ് കപ്പിലെ 175 ആയിട്ടൊക്കെയാണ് അത് വിലയിരുത്തപ്പെടുന്ന ഇന്നിങ്സ്. അത്രത്തോളം വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ഇന്നിങ്സ് തന്നെയായിരുന്നു. ടീമിനെ വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ഇന്നിങ്സ്. ഒരു ഘട്ടത്തിൽ പോലും വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചില്ല. സ്ട്രൈക്ക് റേറ്റ് 100-ൽ താഴെയേ ഉള്ളൂ. പക്ഷേ പെർഫെക്റ്റ് ചേസ് ആയിരുന്നു. കൃത്യമായി ധോണിയൊക്കെ ചില മത്സരങ്ങളിലൊക്കെ ചെയ്യുന്ന പോലെയുള്ള വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് ഏത് ബൗണ്ടറികൾ കൊണ്ട് മാത്രമുള്ള കളി. പെട്ടെന്ന് ഓർമ്മ 2003 വേൾഡ് കപ്പിൽ ഇതേപോലെ തന്നെ ന്യൂസിലാൻഡ് സ്കിപ്പറായിരുന്ന സ്റ്റീഫൻ ഫ്ലെമിംഗ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഒരു സെഞ്ചുറി അടിച്ചിരുന്നു. 24ഓളം ബൗണ്ടറികൾ അദ്ദേഹം ആ ഇന്നിങ്സിൽ നേടിയിരുന്നു. അതായത് ആ മത്സരം ന്യൂസിലാൻഡിനെ ജയിപ്പിച്ച ആ ഒരു സെഞ്ചുറി എന്ന് പറയുമ്പോൾ ഇതേപോലെ, അതായത് അദ്ദേഹം ഒരു ഭാഗത്ത് നിൽക്കുകയാണ്, അപ്പുറത്ത് വിക്കറ്റുകൾ പൊഴിയുകയാണ്. ആ സമയത്ത് ബൗണ്ടറികൾ മാത്രം അടിച്ചുകൊണ്ട് ടീമിന് നങ്കൂരിടുന്ന ഒരു ഇന്നിങ്സ് ആ സമയത്ത് സ്റ്റീഫൻ ഫ്ലെമിംഗ് അവരുടെ ക്യാപ്റ്റനായിരുന്നു, ഒരുപാട് കാലം ക്യാപ്റ്റനായിരുന്നു, അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു. അപ്പം ജമീമയുടെ ഇന്നിങ്സിലേക്ക് വരുമ്പോൾ ജമീമ ബൗണ്ടറികൾ കൊണ്ട്, അതായത് ഒരു ഘട്ടത്തിൽ ജമീമ കൃത്യമായിട്ടുള്ള പിന്തുണ കൊടുത്ത ഹർമൻപ്രീത് കൗറിനെ നമ്മളിവിടെ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. കാരണം അവരൊരു റണ്ണേ ബോൾ എന്നുള്ള രീതിയിൽ ആ ഒരു സ്ട്രൈക്ക് റേറ്റോട് കൂടി അവർ കളിക്കുന്നു. ഒരു ക്യാപ്റ്റനാണ്, ക്യാപ്റ്റൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്നു. ജമീമ ഒരു ഭാഗത്ത് ആങ്കറിങ് ചെയ്യുന്ന സമയത്തും ഹർമൻപ്രീത് കൗർ ഔട്ടായതിനു ശേഷം വരുന്ന റിച്ചയും അവർക്ക് റിച്ച ഘോഷൊക്കെ അവരുടെ ക്യാമിയോസും ഇമ്പോർട്ടൻ്റ് ആണ്. അവരൊരു 15 ബോൾ 26 നല്ല ക്യാമിയോസ് ആയിരുന്നു. അപ്പോൾ ജമീമ തീർച്ചയായിട്ടും ജമീമ എന്താ പറയുക, ആദ്യ മത്സരങ്ങളിൽ ഫോം ഔട്ടിൻ്റെ പേരിൽ പുറത്തിരുത്തിയ ജമീമക്ക് ഒരു കംബാക്ക് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു അതിനുശേഷം അവർ കരയുന്നത് നമ്മൾ കണ്ടു. അവർ ദൈവത്തിന് പിന്നെ നന്ദി അർപ്പിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ജമീമ മുംബൈയിൽ വേറെ വിമർശനങ്ങൾ പുറകെ വരുന്നുണ്ട്. ബിജെപിയുടെ എംപിയും ചലച്ചിത്രകാരൊക്കെ ആയിരുന്ന കസ്തൂരി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ജയ ശ്രീറാം എന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്താ ജീസസ് ക്രൈസ്റ്റ് എന്ന് വിളിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെ അത്തരത്തിലുള്ള ജമീമക്കെതിരെ വരാനുള്ള കാരണങ്ങളും ഉണ്ട്. കാരണം ജമീമയുടെ ഫാദർ ഇതേപോലെ ജിംഖാന ക്ലബിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയിരുന്നു 2 വർഷം മുമ്പ്. അദ്ദേഹം അവിടെയുള്ള ആളുകളെ മതപരിവർത്തനം നടത്തുന്നു എന്നുള്ള ടൈപ്പ് ആ സമയത്ത് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ജമീമ ദൈവത്തോട് കൃപ നൽകിയ ക്രൈസ്റ്റിനോട് നന്ദി അർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഇതുകൂടി ചിലപ്പോൾ ഈ പ്രസ്താവന ഇറക്കി കസ്തൂരിയുടെ മനസ്സിലുണ്ടായിരിക്കണം, അച്ഛൻ്റെ കൂടി ഓർമ്മിച്ചിട്ടായിരിക്കണം. പക്ഷെ അത് നമുക്ക് വിടാം.